2019 കനയ്യകുമാർ മത്സരിച്ച ബേഗുസരായ് മണ്ഡലത്തെ ചൊല്ലി ഇന്ത്യ സഖ്യത്തിനകത്ത് തർക്കം നടക്കുകയാണ്. CPIയും കോൺഗ്രസും തമ്മിൽ. ബാലചേട്ടാ, ഈ മണ്ഡലത്തെ ചൊല്ലി CPIയും കോൺഗ്രസും ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? 2019 ബീഹാറിലെ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടന്നിരുന്ന മണ്ഡലമാണ് ബേഗുസരായ് ലോക്സഭാ മണ്ഡലം. അന്ന് അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് കനയ്യകുമാർ ആയിരുന്നു. കനയ്യകുമാർ അക്കാലത്ത് ഈ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം വലിയ പ്രശസ്തനുമൊക്കെ ആയിരുന്നു. ആ കനയ്യകുമാർ അന്ന് 2019 മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുകയും പിന്നീട് അദ്ദേഹം CPIയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലെത്തുകയും ചെയ്തു. ഇത്തവണ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായാണ് ഈ കോൺഗ്രസും CPIയും ബീഹാറിൽ മത്സരിക്കുന്നത്. ബീഹാറിലെ ഈ മണ്ഡലം ബേഗുസരായ് മണ്ഡലത്തിൽ കനയ്യകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നും കനയ്യകുമാറിനാണ് ഏറ്റവും അധികം വിജയസാധ്യത ഉള്ളത് എന്നുമാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ഈ മണ്ഡലം കോൺഗ്രസിന് വേണമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ തങ്ങളുടെ പരമ്പരാഗത മണ്ഡലമാണ്, 1967 തങ്ങൾ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അതിനു പുറമെ പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് ഈ ബേഗുസരായ്. അതുകൊണ്ട് ഈ മണ്ഡലം വിട്ടു നൽകാൻ വേണ്ടി കഴിയില്ല എന്നാണ് CPI പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ മുന്നണിയിലെ വലിയേട്ടനായ RJDയുടെ നിലപാടായിരിക്കും ഏറ്റവും നിർണായകമാകുക. RJDയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ബേഗുസരായ് മാത്രമല്ല മറ്റ് ചില മണ്ഡലങ്ങളിൽ RJDയും ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ, അത് ഏതൊക്കെയാണ്? RJDയും CPIയും തമ്മിൽ തർക്കമുള്ള മറ്റൊരു മണ്ഡലം കൂടി ബീഹാറിലുണ്ട്. അത് മധുബനി മണ്ഡലമാണ്. മധുബനിയിൽ CPI സ്ഥാനാർത്ഥി മത്സരിപ്പിക്കണമെന്നാണ് CPIയുടെ ആഗ്രഹം. പക്ഷേ സമീപകാലത്ത് JDUവിൽ നിന്ന് രാജിവെച്ച് വന്ന MP ആയ ഫത്മിയെ അവിടെ മത്സരിപ്പിക്കണം എന്നതാണ് RJDയുടെ ആവശ്യം. ആ മണ്ഡലം വിട്ടുകൊടുക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് RJD പറയുന്നത്. അതുപോലെ തന്നെ CPMും RJDയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടി ഈ ബീഹാറിലുണ്ട്. അത് ഖഗാരിയ മണ്ഡലമാണ്. ഖഗാരിയയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നാണ് CPMും. എന്നാൽ ആ മണ്ഡലം വിട്ടു നൽകാൻ വേണ്ടി കഴിയില്ല എന്ന നിലപാടിലാണ് RJD നിലനിൽക്കുന്നത്. ഏതായാലും ഇതൊക്കെ സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അർജുൻ, ഇന്ത്യ സഖ്യത്തിൽ ബീഹാറിൽ ഇത്തരത്തിലൊക്കെ തർക്കമുണ്ട്. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ, ചില തർക്കങ്ങളെ സംബന്ധിച്ച്. എന്താണത്? ബാലചേട്ടാ, ഉത്തർപ്രദേശെ സംബന്ധിച്ച് 3 പ്രധാന മണ്ഡലങ്ങൾ. അതൊന്ന് കൈസർഗഞ്ചാണ്, മറ്റ് 2 എന്ന് പറയുന്നത് ഫിൽബിത്തും അതുപോലെ തന്നെ സുൽത്താൻപൂരുമാണ്. BJPക്ക് അകത്തെ ഗാന്ധി കുടുംബം, മനേക ഗാന്ധിയും മകനും മത്സരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഫിൽബിത്തിൽ ഇത്തവണ വരുൺ ഗാന്ധി, മനേക ഗാന്ധിയുടെ മകനാണ്, വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിക്കപ്പെടും അല്ലെങ്കിൽ നൽകില്ല എന്നുള്ളൊരു സൂചന ഇപ്പോഴുണ്ട്. സുൽത്താൻപൂരിൽ പക്ഷേ മനേക ഗാന്ധി തന്നെ വീണ്ടും മത്സരിച്ചാൽ പോലും അങ്ങനെയാണെങ്കിൽ വരുൺ ഗാന്ധി പാർട്ടി വിടും. SP സ്ഥാനാർത്ഥിയായി ഒരു പക്ഷേ അമേഠിയിൽ മത്സരിക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങളടക്കം നമുക്ക് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ SP വരുൺ ഗാന്ധിയെ സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ അമേഠിയിൽ തന്നെ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ മത്സരിപ്പിച്ച് BJPക്ക് എതിരായി നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ SPB ഒരുപക്ഷെ നോക്കുന്നുണ്ട്. കൈസർഗഞ്ചിൽ അതേപോലെ തന്നെ വിവാദങ്ങളിൽപ്പെട്ട ബ്രിജ്ഭൂഷൺ സിംഗിന് പകരം മറ്റൊരാളെ പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നിലവിൽ അല്ലെങ്കിൽ നടപടികളും BJP നടത്തിക്കൊണ്ടിരിക്കും.